Hello friends, മറ്റൊരു അടിപൊളി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിബിൻ ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് GHacks. വെറും 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ ഇന്ന് അതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വേറൊന്നുമല്ല, കഴിഞ്ഞൊരു വീഡിയോയിൽ അതായത് എൻ്റെ ഫസ്റ്റ് വ്ലോഗിൽ കിട്ടിയ റെസ്പോൺസിനെ കുറിച്ചാണ്. അപ്പം കുറേ നല്ല ഫീഡ്ബാക്സ് വന്നു. അതുപോലെ തന്നെ ഒരുപാട് മാറ്റേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് ഒരുപാട് പേര് പറയുകയുണ്ടായി. അപ്പം വീഡിയോ കണ്ടവർക്കും ഫീഡ്ബാക്സ് അറിയിച്ചവർക്കും എല്ലാവർക്കും വളരെ വലിയൊരു നന്ദിയുണ്ട്. അപ്പം ഇതുപോലെ തന്നെ സപ്പോർട്ടും ഫീഡ്ബാക്സും ഈ വീഡിയോയ്ക്കും വരുന്ന വീഡിയോസിനും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പം തീർച്ചയായും കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക. നമുക്ക് തിരിച്ച് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ആ 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ml whipping ക്രീമാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പോളം ഗ്രേറ്റഡ് ഡാർക്ക് കോമ്പൗണ്ട് ആണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അപ്പം ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഒരു വിപ്പിംഗ് ക്രീം തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം അടി പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം അവൈലബിൾ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിത് ഫ്രഷ് ക്രീം യൂസ് ചെയ്താണെങ്കിലും ഇതേ റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 3-4 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണം. വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് ഞാനിവിടെ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വിപ്പിംഗ് ക്രീം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തിളച്ച വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ പീസസ് ഒക്കെ നല്ല രീതിയിൽ അലിയുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ചെറിയൊരു കുറുക്കം വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഡാർക്ക് കോമ്പൗണ്ട് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി, ഡാർക്ക് കോമ്പൗണ്ട് വേറെ ഒന്നുമല്ല, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബാറാണ് ഈ ഡാർക്ക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വളരെ എളുപ്പത്തിൽ കിട്ടുന്നൊരു കാര്യമാണ്. ഒരു പാക്കറ്റ് 1 കിലോളം ഉള്ള ഒരു പാക്കറ്റിന് 100 രൂപയ്ക്ക് താഴേക്കേ വരത്തുള്ളൂ. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു തിക്നെസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിക്നെസ് ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഈ ഒരു ചൂടത്തിരുന്ന് ആ ഒരു ബട്ടർ ഉരുകിക്കോളും. പിന്നെ തീ കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് തണുപ്പിക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടും. അത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ്സ് വഴി അറിയിക്കുക. തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.